സോളാർ കേസുമായി ബന്ധപ്പെട്ട് CPM നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒത്തുതീർപ്പിലൂടെ അവസാനിപ്പിച്ചെന്ന വെളിപ്പെടുത്തൽ വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സോളാർ സമരം തുടങ്ങും മുമ്പ് തന്നെ ഒത്തുതീർപ്പ് ചർച്ചകൾ തുടങ്ങിയെന്നാണ് ചെറിയാൻ ഫിലിപ്പ് വെളിപ്പെടുത്തുന്നത്. സമരം 12-ാം തീയതി തുടങ്ങുന്നതിന് മുമ്പ് ബ്രിട്ടാസിനൊപ്പം താൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ കണ്ട് ചർച്ച നടത്തി. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാണ് സംസാരിച്ചതെന്നും ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. തിരുവഞ്ചൂരിന്റെ ഓഫീസിൽ ബ്രിട്ടാസും ഞാൻ ഒരുമിച്ചാണ് പോയത്. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. തിരുവഞ്ചൂർ രാഷ്ട്രീയ വീട്ടിൽ നിന്ന് ഞാൻ നടത്തുന്ന ചർച്ചകളിൽ നിന്നാണ് തുടങ്ങുന്നത്. സോളാർ സമരം അവസാനിപ്പിക്കുന്നതിനായി ഒരു ഇടനില ചർച്ചയ്ക്കും ഭാഗമായിട്ടില്ലെന്ന് NK പ്രേമചന്ദ്രൻ MP. സമരം പൊടുന്നനെ അവസാനിപ്പിച്ചു എന്നത് ശരിയാണെന്നും തീരുമാനമെടുത്ത ശേഷം CPM നേതാക്കൾ ഘടകകക്ഷികളെ അറിയിക്കുകയായിരുന്നുവെന്നും പ്രേമചന്ദ്രൻ. ഇടതു ജനാധിപത്യ മുന്നണിയുടെ യോഗം അങ്ങനെ എന്നെ ചുമതലപ്പെടുത്തുകയോ ഏതെങ്കിലും തരത്തിലുള്ള UDF നേതൃത്വവുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരിടപെടൽ നടത്തുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അന്ന് ആ സമരം അവസാനിക്കുന്നു എന്ന് ഞാൻ അറിയുന്നത് തന്നെ സെക്രട്ടേറിയറ്റ് നടയിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ്. സർക്കാർ ആഗ്രഹിക്കുന്ന സ്ഥലത്താണ് സമരം അവസാനിച്ചത്. സമരം കൈവിട്ടതിനെക്കുറിച്ച് CPM ആണ് പറയേണ്ടത്. ചർച്ചയ്ക്ക് മുൻകൈയെടുത്തത് ആരാണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും കിട്ടിയ സാധ്യത ഉപയോഗിച്ചെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ഞങ്ങൾക്കൊരു സാധ്യത കിട്ടി. ആ സാധ്യത ഞങ്ങളെ പൂർണ്ണമായി വിനിയോഗിച്ചു. ആ സാധ്യതയിൽ ആദ്യം തുടങ്ങി എന്ന് ഞാനിപ്പോൾ വിവാദമാക്കുന്നതേയില്ല. ഗവൺമെൻറ്റിന് വേണ്ടിയിരുന്നത് എന്താണ്? ഗവൺമെൻറ്റിന് അനാവശ്യമായ ചില ഡിമാൻഡുകൾ വെച്ചുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സിറ്റുവേഷൻ ഗവൺമെൻറ് ഉണ്ടാക്കണം. അതാണ് ബുദ്ധിയുള്ളൊരു ഗവൺമെൻറ് ചെയ്യേണ്ടത്. അതാണ് ഞങ്ങളും ചെയ്തത്. സോളാർ കേസ് വീണ്ടും കത്തുമ്പോഴും വിശ്വസനീയമായ വാദങ്ങൾ ഇപ്പോഴുമില്ല. പല അവ്യക്തതകൾ നിഴലിച്ചു നിൽക്കുന്നു. സോളാർ സമരത്തിന് നേതൃത്വം നൽകിയ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയനും ഇന്നത്തെ സെക്രട്ടറിയും മിണ്ടിയിട്ടില്ല. ധാരണ പുറത്തു വന്നതോടെ കോൺഗ്രസിനും പ്രതിസന്ധിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇതുവരെയുള്ള സാഹചര്യങ്ങൾ വിലയിരുത്താം. ശ്രീ M ജയചന്ദ്രൻ, ഇടത് നിരീക്ഷകൻ, A ഷുക്കൂർ, കോൺഗ്രസ് നേതാവ്, മുൻ MLA തത്സമയം ചേരുന്നുണ്ട്. ശ്രീ M ജയചന്ദ്രൻ, അതായത് ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്നത് ചെറിയാൻ ഫിലിപ്പ് ഇന്നലെ നടന്ന സംഭവങ്ങളുമായി ചേർത്ത് വായിക്കുമ്പോൾ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോളാർ സമരം അറിയാം നമുക്ക്. 11 വർഷം മുൻപ് കേരളത്തെ ഞെട്ടിച്ച സമരം, അന്ന് വലിയൊരു ആയുധമായി CPMന് കിട്ടിയ ഒരു വിഷയം, ആ വിഷയത്തിൽ കത്തിപ്പടർന്ന ആളിപ്പടർന്ന ഒരു സമരം. അതിൻ്റെ സമരത്തിൻ്റെക്ക് പോകും മുൻപേ ഇക്കാര്യത്തിൽ ഒരു ധാരണ ഉണ്ടാക്കി തിരുവഞ്ചൂരുമായി ബന്ധപ്പെട്ടു. വിട്ടാസും ഒപ്പം താനുമാണ് തിരുവഞ്ചൂരിനെ നേരിട്ട് കണ്ട് ഇക്കാര്യങ്ങളിൽ ഒരു ചർച്ച നടന്നത് എന്ന് ഈ സമരത്തിനിറങ്ങും മുമ്പേ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ടതല്ലേ? പ്രവർത്തകരെയൊക്കെ ഒരു അർത്ഥത്തിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് എത്തി നടത്തിയ സമരത്തിൽ ഇത്തരം ഒരു പ്രതികരണം വരുമ്പോൾ എങ്ങനെ മനസ്സിലാക്കണം കാര്യങ്ങളെ? പ്രതീക്ഷ, ഈ പ്രശ്നത്തില് എന്തിനാണ് ഇപ്പൊ ഈ താങ്കളുടെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം വിശദമായി തന്നെ. പക്ഷെ എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവുന്നത് എന്നുള്ളതാണല്ലോ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന ഉത്തരം തേടുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതാണല്ലോ. ഇപ്പൊ ഇന്നലെ ഇത് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ ജോൺ മുണ്ടക്കയത്തിന്റെ മലയാളം വാരികയിൽ ഒരു ലേഖനം, ആത്മകഥാംശമുള്ള ഒരു പുസ്തകം അദ്ദേഹം ഇറക്കാൻ പോകുന്നു. അതിന്റെ ഭാഗമായിട്ട് ലേഖനമാണ് വിവാദം ഉണ്ടാക്കിയത്. അപ്പൊ അതിനകത്ത് ഈ ഒരു കോണ്ടെക്സ്റ്റ് എങ്ങനെയാണ് വരുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസിൽ അധികം വൈകാതെ പൊട്ടിപ്പുറപ്പെടാനിടയുള്ള ചില മഴമേഘങ്ങൾ, തീവ്രമായി നിൽക്കുന്ന ചില മഴമേഘങ്ങൾ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് കാര്യങ്ങൾ ഇനി വരാനുണ്ട് പുറത്തേക്ക് ജൂൺ 4-ന് ശേഷം. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് ഇത് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അത് മുഴുവൻ ഇപ്പൊ പറയേണ്ടതില്ല. എങ്കിലും ഈ താങ്കൾ ഈ ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഇതിനെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തതയോടെ തന്നെ എഴുതിയിട്ടുള്ള ഒരു മനുഷ്യനുണ്ട്. ഈ സോളാർ സമരത്തെ സംബന്ധിച്ച് ഏറ്റവും വ്യക്തതയോടെ തന്നെ ഇതിനകം എഴുതിയിട്ടുണ്ട്. അത് അന്ന് ഇന്റലിജൻസ് DGP ആയിരുന്ന A ഹേമേന്ദ്രൻ DGP ആയിട്ട് ഒരുമിച്ചു. അദ്ദേഹത്തിന് നീതി എവിടെ എന്ന പുസ്തകത്തിന്റെ 413-ാം പേജിലാണ് ഇതുള്ളത്. അത് ഞാൻ ഒരുപാട് വായിക്കുന്നില്ല, ഒറ്റ സെന്റൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. തൊട്ടടുത്ത പ്രഭാതം മുതൽ രാവിലെ UDF യോഗത്തിന് ശേഷം, അത് 13-ാമത്തെ കാര്യമാണ്, 2013 ഒക്ടോബർ 13, രാവിലെ UDF യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലെ വാർത്താ സമ്മേളനത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷമല്ല, UDF യോഗത്തിന് ശേഷം ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നു. അതിന് പിറകെ ഉച്ചയോടെ പ്രതിപക്ഷ വിരോധം പിൻവലിച്ചുകൊണ്ടുള്ള അപ്രതീക്ഷിത പ്രഖ്യാപനം വന്നു. അത്ര ഞാൻ വായിക്കുന്നുള്ളൂ. അത് ബാക്കി ഡീറ്റെയിൽസിലേക്ക് പോകേണ്ട കാര്യമില്ല. താല്പര്യമുള്ളവർക്ക് ആ പുസ്തകം അവൈലബിൾ ആണല്ലോ, നോക്കാവുന്നതുമാണ്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് എത്രയേറെ പോലീസ് അതിൽ
സംയമനം പാലിച്ചുകൊണ്ടാണ് കാര്യങ്ങളിൽ ഇടപെടുന്നത്, ദിവസങ്ങളായി തയ്യാറെടുപ്പുകൾ, അതൊക്കെ അതിൽ വിവരിക്കുന്നുണ്ട് ഈ ഒരു അധ്യായത്തിൽ മുഴുവനും. അപ്പോ ഈ സമരം പിന്നെ നിർത്തണം എന്നുള്ള താല്പര്യം ഒരു കൂട്ടർക്കും ഉണ്ടായിരുന്നു. അത് പ്രതിപക്ഷമായ LDF-നും ഭരണപക്ഷമായ UDF-നും ആ താല്പര്യം ഉണ്ടായിരുന്നു. എനിക്കതിനറിയാവുന്ന ഒരുപാട് അന്വേഷണങ്ങൾ ഇക്കാലത്ത് ഈ ഘട്ടത്തിൽ വരുന്നുണ്ട്. ഇപ്പോ പിന്നെ ജോൺ ബ്രിട്ടാസിന്റെയും ഒക്കെ കാര്യം, പ്രേമേന്ദ്രന്റെ കാര്യം പറഞ്ഞു. പക്ഷേ അന്തരിച്ച പാർട്ടി സെക്രട്ടറി ആയിരുന്ന CPM-ന്റെ പ്രധാനപ്പെട്ട നേതാവ് കോടിയേരിയുമായിട്ട് കുഞ്ഞാലിക്കുട്ടി ആ സമയത്ത് ഇടപെട്ട് സംസാരിക്കുന്ന വിവരം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ വിശദമായി കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നുണ്ട്. ജയചന്ദ്രൻ, ഒരു കാര്യം ചോദിച്ചോളട്ടെ. കാരണം നമ്മളൊരു സാധാരണ ഒരു സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, ആ സമരം തുടങ്ങുന്നതിന് മുൻപ് 12-ാം തീയതി തോന്നുന്ന സമരം, അപ്പോൾ 11-ാം തീയതി തന്നെ ഈ ഒരു ചർച്ച നടക്കുകയാണ്. ജോൺ ബ്രിട്ടാസ് തന്നെ പറഞ്ഞുകൊണ്ട് താൻ ഒരു മാധ്യമപ്രവർത്തകനായിട്ടല്ല പോകുന്നത്, താൻ ഒരു പാർട്ടി പ്രവർത്തനം കൂടിയാണ്. അങ്ങനെ ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഒരു കോംപ്രമൈസ് ടോക്കിലേക്ക് തുടക്കത്തിലേ തന്നെ ഈ സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് തന്നെ പോകുമ്പോൾ അത് എന്ത് സൂചനയാണ്, എന്ത് സന്ദേശമാണ് അക്കാര്യത്തിൽ? ഒരു ശരികേട് വളരെ വലുതല്ലേ? കാരണം എത്രയോ പ്രവർത്തകർ ഈ പാർട്ടിയെ വിശ്വസിച്ച് തിരുവനന്തപുരത്തേക്ക് വരുന്നതിന് മുൻപേ തന്നെ ഇക്കാര്യത്തിൽ, കാരണം ഡിമാൻഡുകൾ സർക്കാരിനെ സംബന്ധിച്ചോളം ഇന്ന് തിരുവഞ്ചൂർ ഇപ്പോൾ പറയുന്ന അന്നത്തെ ആഭ്യന്തരമന്ത്രി കൃത്യമായി പറയുന്നു, ഒരു സർക്കാർ വളരെ ബുദ്ധിപരമായി പെരുമാറുക, ഒരു ലൈസൻഡ് വഴികളെല്ലാം സർക്കാരിനെ സംബന്ധിച്ചോളം തേടും. ആ തേടൽ ഞങ്ങൾ തേടിയിട്ടുണ്ടാകാം. പക്ഷേ മറുവശത്തേക്ക് വരുമ്പോൾ ഒരു തീക്ഷ്ണമായ ഒരു സമരം, അതിൻ്റെ ക്ലൈമാക്സ് പോലും കാണാതെ എത്താതെ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്ന ഡിമാൻഡ്, അതായിരുന്നു പ്രവർത്തകർ. അപ്പോൾ അതിലൊരു ക്ലൈമാക്സിൽ പോലും അടുക്കാതെ ഇതൊരു നേരത്തെ തന്നെ അതിലൊരു ധാരണ ഉറപ്പിച്ചു എന്ന് പറയുമ്പോൾ എന്താണ് അതിലെ മനസ്സിലാക്കൽ? എന്താണ്? അല്ല, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ ചെറിയാൻ ഫിലിപ്പിനെക്കാളും കൂടുതൽ ആര് പറയണം പ്രതീക്ഷയെ? ചെറിയാൻ ഫിലിപ്പ് ആരാണിപ്പോ UDF-ന്റെ മാധ്യമ വിഭാഗം ചുമതല വഹിക്കുന്ന ആ ഒരു സെല്ലിന്റെ മേധാവിയല്ലേ ചെറിയാൻ ഫിലിപ്പ്? ചെറിയാൻ ഫിലിപ്പാണ് പറയുന്നത് അതിലൊരു ഡീൽ ഉണ്ടായിരുന്നില്ല, മറ്റു തരത്തിലുള്ള ഒരു താല്പര്യങ്ങളും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ജോൺ ബ്രിട്ടാസിന് മുമ്പിലിരിക്കുമ്പോഴാണ് തിരുവഞ്ചൂരിന്റെ ഫോൺ വരുന്നത്. പിന്നീട് തിരുവഞ്ചൂരുമായിട്ട് ജോൺ ബ്രിട്ടാസ് സംസാരിക്കുന്നു. ഞങ്ങള് തിരുവഞ്ചൂരിന്റെ ആവശ്യപ്രകാരം തന്നെ ആദ്യം അദ്ദേഹത്തെ കാണുന്നു, പിന്നീട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ചെറിയാൻ ഫിലിപ്പ് വിശദീകരിക്കുന്നുണ്ടല്ലോ. അതിനേക്കാളും വലിയ വ്യക്തത UDF-ൽ നിന്ന് ആർക്കാണ് ഇപ്പൊ തരാൻ കഴിയുന്നത്? തിരുവഞ്ചൂർ പറഞ്ഞിട്ടുണ്ടല്ലോ. തിരുവഞ്ചൂർ നിഷേധിക്കുന്നില്ല ഇതൊന്നും, ഇത്തരം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇതല്ല തിരുവഞ്ചൂർ പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞത് ഇതിന്റെ അകത്ത് ആരാണ് ശരി, ആരാണ് തെറ്റ് എന്നുള്ളതല്ല നോക്കിയത്. ആ സന്ദർഭത്തിൽ ഇത്രയും വലിയ ജനസഞ്ചയത്തെ ഒതുക്കി ക്രമസമാധാന പാലനത്തിന്റെ അകത്ത് നിർത്താനായിട്ട് തങ്ങൾ അനുഭവിക്കുന്ന പാടെന്താണ്, ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഈ അന്നത്തെ ADGP ഹേമന്ദൻ ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അത് പിന്നെ എത്രത്തോളം തീക്ഷ്ണമായിരുന്നു പോലീസിന്റെ ഏറ്റെടുത്ത റിസ്ക് എന്നുള്ളതിന്റെ ഓരോ ഘട്ടത്തിലും. സമരത്തിന്റെ ആദ്യ ദിവസം രാവിലെ 7 മണിക്ക് മുമ്പ് മുഖ്യമന്ത്രിയും മന്ത്രിമാരെയും കയറ്റിവിടുന്നതിന്റെ വിഷമം അനുഭവിച്ച അടക്കം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ സ്വാഭാവികമായ ഒരു വശത്ത് ഇതെങ്ങനെയാണ് സെറ്റിൽ ചെയ്യാൻ കഴിയുക? ഒരു സമരമാണല്ലോ. ഒരു സമരമാവുമ്പോ മുദ്രാവാക്യങ്ങൾ സ്വാഭാവികമായും വരും. ഇറങ്ങുന്നതിന് മുമ്പേ നടത്തിയ ചർച്ചയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്ര അല്ല, താങ്കൾ അങ്ങനെ കാണരുത്. അതിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സോളാർ സമരം സെക്രട്ടേറിയറ്റ് വളയൽ എന്ന് പറയുന്നത് ഏകപക്ഷീയ ഒരൊറ്റ സമരമല്ല. നിരവധി നടന്ന സമരങ്ങളുടെ ഈ മണ്ഡലാടിസ്ഥാനത്തിൽ ജില്ലാതലത്തിൽ കളക്ടറേറ്റുകളുടെ മുമ്പിലടക്കം നടന്ന നിരവധി സമരങ്ങൾ തുടർച്ചയായിട്ടുണ്ടായ ഒരു കൾമിനേഷൻ ആയിരുന്നു സെക്രട്ടേറിയറ്റ് വളയൽ എന്നുള്ളത്. സോളാർ ഇഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതല്ലാതെ ഒറ്റ ദിവസം ഒക്ടോബർ 12 മാത്രമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സമരം അല്ലാതെ ഒരു മാധ്യമ പ്രവർത്തകൻ തന്റെ ആത്മകഥാ പരാമർശമുള്ള അല്ലെങ്കിൽ കണ്ടന്റുള്ള ഒരു വാരികയ്ക്ക് കൊടുക്കുന്ന അഭിമുഖത്തിലൂടെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഇന്നത്തെ നിലയിൽ, കാരണം 11 വർഷത്തിന് ശേഷം മുമ്പ് നടന്ന ഒരു സംഭവമാണ് അത്, കേരളത്തിന്റെ ചരിത്രത്തിൽ ചേർക്കപ്പെട്ട സമകാലിക സമരങ്ങളുടെ പട്ടികയിലെ ഏറ്റവും വലിയ ഒരു സമരം, CPM ഏറ്റെടുത്ത ഏറ്റവും ഒടുവിലായി ഒരു പക്ഷേ കണ്ട ഒരു സമരം. ആ നിലയ്ക്കാണ് അതിനെ കേരളം ചർച്ച ചെയ്തത്. അതിലിങ്ങനെ ഉള്ളുകളികൾ ഉണ്ടായിരുന്നു എന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പറയുമ്പോൾ അത് മുഖവിലക്കെടുക്കേണ്ടതാണോ, അതല്ല ആ നിലയ്ക്ക് മാത്രം തള്ളിയാൽ മതിയോ? CPM ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകുന്നുണ്ടോ ശ്രീ A. ഷുക്കൂർ? തീർച്ചയായും CPM ഇവിടെ പ്രതിരോധത്തിൽ തന്നെയാണ്. എന്തായാലും ഒരു മാധ്യമ പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളുടെ ഭാഗമായി അദ്ദേഹത്തിന് അന്ന് ലഭിച്ചിരുന്ന കാര്യം അദ്ദേഹം
ആ സ്ഥാപനത്തിൽ നിന്ന് വിരമിച്ച് മറ്റൊരു സ്ഥാപനത്തിലേക്ക് പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, അദ്ദേഹത്തിൻ്റെതായ അനുഭവങ്ങൾ സംബന്ധിച്ച് ചില വെളിപ്പെടുത്തലുകൾ തുറന്നെഴുത്ത് ആ രൂപത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യത്തിൽ പലതിലും സത്യമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. പക്ഷേ ആ സത്യം ഏതൊക്കെ രൂപത്തിലാണ് പുറത്തു വരുന്നത് അത് സംബന്ധിച്ചുള്ള ചില്ലറ ചില തർക്കങ്ങളോ മറ്റു രൂപത്തിലുള്ള വ്യത്യാസങ്ങളോ മാത്രം നമുക്ക് അതിൽ നിന്ന് അവസാനം കണ്ടെത്താൻ കഴിയും. അതല്ലാതെ അത് പൂർണ്ണമായി സത്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞു പോകാൻ ആർക്കും കഴിയില്ല. എന്തായാലും ബഹുമാന്യനായ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇത് സംബന്ധിച്ച ചില കാര്യങ്ങൾ പറഞ്ഞു. എന്തായാലും ഈ സമരം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചർച്ച ആരംഭിച്ചു എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അത് എങ്ങനെയാണ് എന്നുള്ളത് തിരുവഞ്ചൂർ സൂചിപ്പിക്കുകയുമുണ്ടായി. അതായത് നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ 4 പ്രധാന ഗേറ്റുകളും പിക്കറ്റ് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ഗതാഗതം നിരോധിക്കത്തക്ക തരത്തിലേക്ക് സമരമുഖത്തേക്ക് പോകാൻ പാടില്ല എന്ന ഒരു ന്യായം ഭരണകക്ഷിയുടെ ഭാഗത്ത് നിന്നുണ്ടായി. നിങ്ങൾ പറയുന്ന ഈ സമരം തന്നെ ഏതൊക്കെ രൂപത്തിലാണ് വന്നതെന്ന് നമുക്കറിയാം. സമര സഖാക്കളെ തിരുവനന്തപുരത്തേക്ക് അയക്കാൻ ഏതെല്ലാം തരത്തിലുള്ള പ്രചരണവും ഏതെല്ലാം തരത്തിലുള്ള വിഭവ സമാഹരണവും ഒക്കെ നടത്തിയത് ഞങ്ങളെല്ലാം ഇപ്പോഴും ഓർക്കുകയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ആ 4 ഗേറ്റുകളും അടച്ച് പൂട്ടി ആ രൂപത്തിലേക്ക് സമരം നടത്താൻ സമ്മതിക്കില്ല. ആ കന്റോൺമെന്റ് ഗേറ്റ് തുറന്നിടുക തന്നെ വേണം. അവിടെ അത്തരത്തിലുള്ള ഒരു നിയമാനുസൃതമായ നടപടി എല്ലാ കാലത്തും സൂക്ഷിച്ചിട്ടുണ്ട്. ആ തരത്തിൽ പരിരക്ഷ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഗേറ്റ് തുറന്നിടണം. അവിടെ നിന്ന് ആരംഭിക്കുന്ന ഒരു ചർച്ച മറ്റൊരു രൂപത്തിലേക്ക് എത്തുന്നത് ജോൺ മുണ്ടക്കയത്തിൻ്റെ ആ ഭാഗം ഞാനൊന്ന് വായിച്ചു. അതിൽ പറയുന്നത് ഒരു ദിവസം പെട്ടെന്ന് രാവിലെ 11 മണിക്ക് ഈ ബ്രിട്ടാസ് വിളിക്കുകയാണ്, നമുക്ക് ഈ സമരം അവസാനിപ്പിക്കാൻ വേണ്ട നടപടികളിലേക്ക് പോകണ്ടേ എന്ന് പറയുകയും അങ്ങനെ ആയോ എന്നുള്ള അങ്ങനെ മനസ്സിൽ കാര്യങ്ങളായോ എന്ന് ബ്രിട്ടാസിനോട് ജോൺ മുണ്ടക്കയം ചോദിക്കുന്നതോ അത് ജുഡീഷ്യൽ അന്വേഷണം പത്രസമ്മേളനത്തിലൂടെ പ്രഖ്യാപിച്ചാൽ സമരം അവസാനിപ്പിക്കാം എന്നൊക്കെ പറയുന്ന ഭാഗം ഞാൻ കൃത്യമായി വായിച്ചു. അപ്പോൾ അവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമരം അവസാനിപ്പിക്കണം എന്ന തരത്തിൽ CPM-നകത്ത് അത്തരത്തിൽ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് തന്നെയാണ് ശ്രീ ചെറിയാൻ ഫിലിപ്പ്, അദ്ദേഹം അന്ന് CPM-ന്റെ ഭാഗമായി കൈരളി ഗൗരവത്തോടുകൂടി ഈ ഒരു വെളിപ്പെടുത്തൽ ഒരു മാധ്യമപ്രവർത്തന്റെ ഭാഗത്തു നിന്ന് വരുമ്പോൾ സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ കാര്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത്? നേരത്തെ ശ്രീ MJ ചന്ദ്രൻ പറഞ്ഞതുപോലെ പല കാര്യങ്ങളിലും കോൺഗ്രസിനുള്ളിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ ഭിന്നതകൾ അതിപ്പോഴും നിലനിൽക്കുന്നു. പലരും അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവായാലും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളൊക്കെ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം, കാരണം CPM-നെ സംബന്ധിച്ചോളം അങ്ങനെ നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ ഒരു ആയുധമാണ് നിങ്ങൾ. കാരണം അവരുടെ എല്ലാ സമയത്തും സമരങ്ങൾ കൊണ്ട് തീക്ഷ്ണമായിട്ട് കരിപിടിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ തീച്ചൂളയിൽ വാർക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് എതിരെ നിങ്ങൾക്ക് ഒരു ആയുധം വീണ് ഒരു സമരത്തിൽ ഒരു കോംപ്രമൈസ് എന്ന നിലയിലേക്കൊക്കെ ചർച്ചകൾ വരികയാണെങ്കിൽ അതെന്തുകൊണ്ടൊരു ആയുധമായി അത് കോൺഗ്രസ് നേതാക്കൾ ഉൾക്കൊള്ളുന്നില്ല? പ്രതികരണങ്ങൾ ആ നിലയ്ക്ക് വരാത്തത് എന്താണ്? അത് വളരെ ഗൗരവമായി രജിഷ അതിനെ കാണണം. മറ്റൊന്നുമല്ല, ബഹുമാന്യനായ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൻ പരേതനായ ഞങ്ങളുടെ എല്ലാം പ്രിയ നേതാവ് അദ്ദേഹത്തെ ഏത് രൂപത്തിലാണ് വേട്ടയാടിയത്? എന്തായാലും അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ, ചാണ്ടി ഉമ്മൻ തന്നെ അത് സംബന്ധിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വസ്തുതകളിലേക്ക്. ഇനിയും അദ്ദേഹത്തെ മരണാനന്തരം അദ്ദേഹത്തെ വേട്ടയാടാൻ മറ്റൊരു രൂപത്തിലേക്ക് നിന്നു കൊടുക്കാൻ ആ തരത്തിലേക്ക് പോകുന്നത് ഒരു കോൺഗ്രസ്സുകാരനെ യോജിച്ചതാണോ? ഒരിക്കലുമല്ല. ഒരുപാട് വേട്ടയാടപ്പെട്ടു. നിരപരാധിയെ 17 മണിക്കൂർ ജുഡീഷ്യൽ കമ്മീഷൻ്റെ മുമ്പാകെ വിചാരണ നേരിട്ട ഒരു മുഖ്യമന്ത്രി ആരുണ്ട്? ആ കേസിൻ്റെയൊക്കെ പരിണാമം എന്താണ്? എവിടം വരെ എത്തി? ആ റിപ്പോർട്ടിൻ്റെ അവസ്ഥ എന്തായി? അതിനെ തുടർന്നുള്ള കാര്യം എന്തും ഇരിക്കട്ടെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതെല്ലാം ഒന്ന് പൊക്കിക്കൊണ്ടുവരുന്ന ഏർപ്പാട് വേങ്ങര മുതൽ നമ്മൾ കണ്ടതല്ലേ? എന്തിനായിരുന്നു? അവരാണ് ഇപ്പോഴും ഭരിക്കുന്നത്. ആ സംഘം ഭരണം നടത്തുകയാണ്. അവർ ഇപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്ത് ജയചന്ദ്രൻ ഇവിടെ പറയുന്നത് കേൾക്കുമ്പോൾ കാർമേഘം, ഇങ്ങനെ മഴമേഘങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും.
അത് UDF അല്ല ജയചന്ദ്ര, അത് LDF-ലാണ്. ഇപ്പോൾ ജൂൺ 4 തെരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നാൽ ഉടൻ യുദ്ധം ആരംഭിക്കുകയാണ്. അത് LDF-ലാണ്. അത് കേരള കോൺഗ്രസ് ഒരു ഭാഗത്തുണ്ടാകും, അല്ലെങ്കിൽ മറ്റ് CPI വേറൊരു ഭാഗത്തുണ്ടാകും. ആലപ്പുഴ ജില്ലയിലാണെങ്കിൽ CPI-യും CPM-ഉം തമ്മിൽ അതിരൂക്ഷമായ പോരാട്ടം നടക്കുകയാണ്. അതെല്ലാം അവിടെ നിൽക്കട്ടെ. RJD വേറെ LJD മറ്റേ ജനതാദളിൻ്റെ ഒരു ഭാഗമുണ്ടല്ലോ, ഇതിപ്പോൾ NDA മുന്നണിയുടെ ഭാഗമാണ്, അവർ വേറൊരു ഭാഗത്ത്. ഇതെല്ലാം കൂടെ മഴമേഘങ്ങൾ പെരുമഴ പെയ്യാൻ പോകുന്നത് BJP CPM-ലാണ്, അത് LDF-ലാണ്. അത് നമ്മൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ചെക്കുട്ടി ടെലിഫോൺ ലൈനുണ്ട്. ചെക്കുട്ടി സാർ, ഈ വിഷയത്തിൽ കാരണം ആ സമയത്തൊക്കെ അളന്ന് മുറിച്ച് ഇഴകീറി പരിശോധിച്ചിട്ടുണ്ട് ആ സമരകാലങ്ങളിലൊക്കെ മാധ്യമ ചർച്ചകളിൽ താങ്കളൊക്കെ. ഇപ്പോൾ 11 വർഷങ്ങൾക്ക് ശേഷം ജോൺ മുണ്ടക്കയത്തിൻ്റെതായിട്ടുള്ള ഒരു ലേഖനത്തിൽ വരുന്ന ഈ പരാമർശങ്ങളും ഈ കോംപ്രമൈസ് ടോക്കും ഈ ഡീലുമൊക്കെ അതിൻ്റെ ഉള്ളറകളിലേക്ക് പോകുമ്പോൾ ആരാണ് അവിടെ കൂടുതൽ വികൃതമാകുന്നത്? ആരുടെ മുഖമാണ്? CPM-ൻ്റെ മുഖമാണോ വികൃതമാകുന്നത്? അതല്ല അങ്ങനെ ഒരു ഡീലിന് വേണ്ടി തയ്യാറായെന്ന് സമ്മതിക്കുന്ന കോൺഗ്രസിനെ പരിക്കേൽക്കുന്നുണ്ടോ? എന്താണ് താങ്കളുടെ വിശകലനം? യഥാർത്ഥത്തില് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു സമരം സെക്രട്ടേറിയറ്റ് വളയിൽ ഒഴിവാക്കുക എന്നുള്ളതായിരുന്നു സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വിജയകരമായിട്ട് നടപ്പിലാക്കി കൊടുത്തത് CPM-ആണ്. കാരണം CPM-ഉം LDF-ഉമാണ് അങ്ങനെ ഒരു സമരം പ്രഖ്യാപിച്ചത്. പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചിരുന്നു. അദ്ദേഹത്തെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് അതേ സമയത്ത് തന്നെ പിന്നാമ്പുറത്തുകൂടി സർക്കാരുമായിട്ട് ഈ സമരം പിൻവലിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ അവർ നടത്തിക്കൊണ്ടിരുന്നു എന്നുള്ളത്. സമരം തുടങ്ങുന്നതിന് മുമ്പേ ആ സമരം എങ്ങനെ പൊളിക്കാം എന്നതിനെ കുറിച്ച് പാർട്ടിക്കകത്ത് ചില ആളുകൾ ഗൂഢാലോചന നടത്തുന്നുള്ളത് വളരെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ വളരെ ആഴത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരും, വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വരും. കാരണം പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കമ്മിറ്റി ചെറിയാൻ ഫിലിപ്പിനെ അന്നറിയാം. കാരണം ഞാൻ അന്ന് പാർട്ടി ചാനലിൽ ആ സമയത്ത് ഞാനും ജോലി ചെയ്തിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ്. അന്ന് കൺസൾട്ടിംഗ് എഡിറ്റർ എന്ന പദവിയിലാണ് അന്ന് ചെറിയാൻ ഫിലിപ്പ് അവിടെ ജോലി ചെയ്യുന്നതും പ്രത്യേക ക്യാബിനും ഉണ്ടായിരുന്നു. ജോൺ ബ്രിട്ടാസുമായി ദൈനംദിനമായി സംസാരിക്കുകയും ഒക്കെ വളരെ അടുപ്പം പുലർത്തിയിരുന്ന, കൂടുതൽ ഒരു ദിവസം ദിനംപ്രതി കൂടുതൽ മണിക്കൂറും അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ സമയം ചെലവഴിക്കുന്ന ചെറിയാൻ ഫിലിപ്പിനെയാണ് ആ നാളുകളിൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇന്നലെ തന്നെ ജോൺ ബ്രിട്ടാസ് പറയുന്നു, ഞാനൊരു മാധ്യമപ്രവർത്തകനായിട്ടല്ല ഇത്തരം ചർച്ചകളിൽ പോയിട്ടുള്ളത്. അപ്പോൾ ഒരു CPM-ന് വേണ്ടി ഒരു CPM പ്രവർത്തന നിലയിലാണ് പോകുന്നത്. ഒരു സമരം തുടങ്ങുന്നതിന് മുൻപേ പോയി തിരുവഞ്ചൂരുമായി ഒരു ചർച്ച നടത്തുമ്പോൾ അതിലെ ഒരു അഭംഗി, അതിലെ ഒരു ശരികേട്, അത് എത്രത്തോളം CPM-ന് മറുപടി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഒരുക്കിയിട്ടുള്ളത്. അത് തന്നെ ഞാൻ പറഞ്ഞത് വരുന്നത്. ഒരു സമരം പ്രഖ്യാപിച്ചിട്ട് ആ സമരം തുടങ്ങുന്നതിന് മുമ്പേ പിൻവാതിൽ വഴി സർക്കാരുമായിട്ട് ഗൂഢാലോചന നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരത്തിന് വന്ന ആളുകൾ വിഡ്ഢിവേഷം കെട്ടിക്കുന്ന പരിപാടിയാണത്. ഇനിയിപ്പോ കേരളത്തിലെ ജനങ്ങൾ വിഡ്ഢിവേഷം കെട്ടിക്കാൻ അവർക്ക് അവകാശമുണ്ടെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പ്രകാശ് കാരാട്ടിന് എന്തിനാണ് വിഡ്ഢിവേഷം കെട്ടാൻ അവർ വിളിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്? അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പാർട്ടിയുടെ ഏത് കമ്മിറ്റിയാണ് ഈ തരത്തിൽ ഒരു ചർച്ച, ഒരു സമരം തുടങ്ങുന്നതിന് മുമ്പേ ചർച്ച നടത്താൻ, ഒരു സമരം തുടങ്ങുന്നതിന് പൊളിക്കാനുള്ള ചർച്ച നടത്താൻ ആരാണ് ഈ വിദ്വാൻമാർക്ക് അവകാശം നൽകിയത്? ആരാണ് അവർക്ക് അനുമതി നൽകിയത്? അത് പാർട്ടി മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. പാർട്ടിക്ക് കേന്ദ്ര കമ്മിറ്റി ഉണ്ട്, പാർട്ടിക്ക് സംസ്ഥാന കമ്മിറ്റി ഉണ്ട്, പാർട്ടിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട്. കേന്ദ്ര കമ്മിറ്റിയിലും സെക്രട്ടേറിയറ്റിലുമുള്ള ചില ആളുകളെങ്കിലും ഈ സമരം പിൻവലിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണയുമില്ലാതെ പാവങ്ങൾ വെറുതെ ആ സമയത്ത് വെയിലത്ത് നടന്നതായിട്ട് നമുക്കൊക്കെ അറിയാം. ആ സമരത്തിന് മുമ്പിൽ നിന്നിട്ട് വെയിൽ കൊണ്ട് ചില വിദ്വാൻമാര് അവർ ഈ സമരം പിൻവലിച്ചത് പറഞ്ഞെന്താ അറിയാലോ. അപ്പൊ ആ തരത്തിൽ കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് നേരെ, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് നേരെ ഉണ്ടായ ഒരു തരത്തിലുള്ള ഒരു കൊഞ്ഞനം കാട്ടിലാണ് യഥാർത്ഥത്തിൽ ഈ സംഭവം ഉണ്ടായത്. സമരം നടത്താൻ അല്ലെങ്കിൽ ഇതിന് സമരത്തിന് ആളുകളെ വിളിച്ചുകൊണ്ട് വരുന്നതിനാണ്. സമരം നടത്താൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിന് സമരം എന്തിനു വേണ്ടി പ്രഖ്യാപിച്ചു? അപ്പൊ അത്തരത്തിലുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. ഇപ്പൊ ഈ വിഷയം ഉയർന്നത് വന്നത് വഴി, അത് അംഗീകരിച്ചത് വഴി, ഞങ്ങളത് ചെയ്തു എന്ന് പറഞ്ഞത് വഴി ആരാണ് അവർക്ക് അതിനുള്ള പെർമിഷൻ നൽകിയത് എന്നുള്ള കാര്യം അന്നത്തെ പാർട്ടി സെക്രട്ടറി ആയിരുന്ന അന്നത്തെ പാർട്ടിയുടെ ചുമതലയുണ്ടായിരുന്ന ആളുകൾ ഇപ്പൊ കൊടിയേറിയുന്നില്ല. ബാക്കിയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയേണ്ട ഒരു സന്ദർഭമാണിത്. തീർച്ചയായും അങ്ങ് ഒന്ന് തുടരുക. ശ്രീ MJ ചന്ദ്രൻ, ഇക്കാര്യത്തിൽ പാർട്ടി അണികളെ വഞ്ചിക്കുകയായിരുന്നോ?
അണികൾക്ക് മുന്നിലേക്ക് പാർട്ടിക്ക് പറയാനുള്ള ഒരു ബാധ്യത വരികയില്ല. എന്താണ് സംഭവിച്ചത് എന്ന് ജോൺ ബ്രിട്ടാസോ അല്ലെങ്കിൽ ചെറിയാൻ ഫിലിപ്പോ മാത്രം വിചാരിച്ചുകൊണ്ട് CPM ഏറ്റെടുത്ത ഒരു വലിയ സമരത്തിൽ ഒരു കോംപ്രമൈസ് ടോക്ക് അത് ആ സമരം തുടങ്ങുന്നതിന് മുൻപേ നടത്തുകയാണെങ്കിൽ പിന്നീട് വിഡ്ഢിവേഷം കെട്ടിക്കുകയായിരുന്നു ആയിരക്കണക്കിന് വരുന്ന ജനങ്ങളെ. നേരത്തെ ചെക്കുട്ടി സാർ സൂചിപ്പിച്ചതുപോലെ പാർട്ടി ജനറൽ സെക്രട്ടറി അടക്കം ഇവിടെ കൊണ്ടുവന്ന് ഒരു സമരത്തിലേക്ക് ഇറക്കുമ്പോൾ മറുവശത്തുള്ള ഈ അതിനെ ഇരട്ടത്താപ്പ് ഒരു ദ്വിമുഖം CPM-നെ സംബന്ധിച്ചോളം ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ NP ചെക്കുട്ടി പറഞ്ഞ അഭിപ്രായങ്ങളോട് ഖേദപൂർവ്വം ഞാൻ വിയോജിക്കുകയാണ്. കാരണം പിന്നെ ഇത് 13 നടന്ന ഈ സംഭവം ഇന്ന് 24 11 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ അന്നിത് പിന്നെ CPM വലിയ തരത്തിൽ അണികളെ വഞ്ചിച്ചു, അണികളെ മാത്രമല്ല നേതാക്കളെയും വഞ്ചിച്ചു എന്നാണല്ലോ ശ്രീ NP ചെക്കുട്ടി ഇപ്പൊ ഇവിടെ ചർച്ചയിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം നൽകിയത്. ഇത്രയും വർഷത്തില് രാഷ്ട്രീയമായി ആ സമരം നേട്ടമാണ് എന്ന് തന്നെയാണ് CPM പിന്നീടും വിലയിരുത്തിയിട്ടുള്ളതായിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പാർട്ടി രേഖകളിൽ നിന്നും. അതാണ് 2016 91 സീറ്റ് എന്ന് തന്നെ CPM അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അവരുടെ ഘടകങ്ങളിലൊക്കെ അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. പിന്നീട് ഈ സമരം അവസാനിപ്പിച്ചതിനെ പറ്റി ആ ഘട്ടത്തിൽ 2013 തന്നെ എനിക്ക് തോന്നുന്നത് നവംബറിലോ ഡിസംബറിലോ ആണ് കേന്ദ്ര കമ്മിറ്റിയിലും ഇക്കാര്യത്തിൽ പിന്നെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. നിലപാട് കേരള സ്റ്റേറ്റ് കമ്മിറ്റി പ്രകടിപ്പിച്ച നിലപാട് CC അംഗീകരിക്കുന്നുണ്ട്. 2013 നവംബർ ഒടുവിലോ അല്ലെങ്കിൽ ഡിസംബർ ആദ്യമോ ചേർന്ന കേന്ദ്ര കമ്മിറ്റി. അപ്പൊ ആ തരത്തിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും താഴെയുള്ള ഘടകങ്ങളിലുമൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടുകയും പാർട്ടി ആകെ അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള വഞ്ചനയോ ചതിയോ നടന്നതായി ആരെങ്കിലും ആരോപിച്ചതായി ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പക്ഷേ പിന്നെ ഈ അദ്ദേഹം പറഞ്ഞതുപോലെ ശ്രീ ചേക്കുട്ടി ഇപ്പൊ പിന്നെ അതിന്റെ തലങ്ങളൊക്കെ മാറുകയല്ലേ, പുതിയ വെളിപ്പെടുത്തലൊക്കെ വരുമ്പോൾ അതിന്റെ തലങ്ങൾ മാറുകയല്ലേ. നേരത്തെ അതാ ഞാൻ ചോദിക്കുന്നത്. ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇന്നലെ ഈ പറഞ്ഞതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ ശ്രീ ജോൺ പറഞ്ഞതിന്റെ അകത്ത് ജോണിനെ അക്നോളജ് ചെയ്യുന്ന ആരാണ് ഈ കൂട്ടത്തിൽ? ഇന്നലെ രണ്ടുപേരുടെ കാര്യമാണല്ലോ ശ്രീ ജോൺ മുണ്ടക്കയം പറഞ്ഞത്. ശ്രീ ജയചന്ദ്രൻ ജോൺ മുണ്ടക്കയം പറഞ്ഞത് ആ ചർച്ച അത് അപ്പാടെ തള്ളുകയല്ല ശ്രീ ബ്രിട്ടാസ് ചെയ്തത്. ബ്രിട്ടാസ് സമ്മതിക്കുന്നുണ്ട്. തിരുവഞ്ചൂർ അർദ്ധവിരാമമിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പലതും ഇനി പറയാൻ പല കാര്യങ്ങളുണ്ട്. അദ്ദേഹം അത് മുഴുവനായി പറയുന്നില്ല. ചെറിയാൻ ഫിലിപ്പ് സാക്ഷിയായി എല്ലാം ചോദിക്കൂ എന്ന് ബ്രിട്ടാസ് പറഞ്ഞു. ചെറിയാൻ ഫിലിപ്പ് പറയുന്നു. അപ്പോൾ പുതിയ കാര്യങ്ങളാണെല്ലാം വരുന്നത്. ആരും അറിയാത്ത ഇപ്പോഴും കാണുന്നത് അന്വേഷണ പ്രഖ്യാപനത്തോടുകൂടി ആയിരുന്നു ആ സമരത്തിൽ നിന്നും പിൻവാങ്ങിയതെന്ന് വിശ്വസിക്കുന്ന ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ. അതിന്റെ തലം മാറുന്നത് ഇന്നലെയാണ്. ഈ ഒരു വാരികയിലൂടെ വരുന്ന വരികളിലൂടെയാണ്. അതിന് പ്രസക്തിയുണ്ട്. അല്ല, താങ്കൾ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാനത് പറയണമെന്ന് വിചാരിച്ചതല്ലെങ്കിലും എന്റെ ബഹുമാന്യ ശ്രീ A. ഷുക്കൂർ അത് ഒന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ താങ്കളുടെ ചോദ്യത്തിനോട് ചേർത്ത് അതും കൂടെ അങ്ങ് പറയുകയാണ്. ഈ കോൺഗ്രസിലെ ഞാൻ ഉദ്ദേശിച്ച മഴമേഘങ്ങൾ, കാർമേഘങ്ങൾ എന്ന് പറയുന്നത് സ്വാഭാവികമായും അതുണ്ടാവും ജൂൺ 4 ശേഷം. അത് KPCC പ്രസിഡന്റിനെ മാറ്റാൻ കോൺഗ്രസ് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവും മാറ്റപ്പെടേണ്ടി വരും. അതിലേക്ക് ഒരു എൻട്രി ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ശക്തനായ നേതാവാണ് തിരുവഞ്ചൂർ എന്നുള്ളതിന്റെ മറ്റൊരു സാക്ഷ്യപ്പെടുത്തലായിട്ടാണ് ഞാൻ ഈ വിഷയം ജോൺ മുണ്ടക്കയാണ് മാധ്യമപ്രവർത്തകൻ പറഞ്ഞതിലൂടെ ഞാൻ കാണുന്നത്. എനിക്ക് അങ്ങനെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ, അതുകൊണ്ടാണ് ഒരു പുതിയ നിരീക്ഷണം. ഞാൻ അങ്ങയിലേക്ക് മടങ്ങിയെത്താം. ശ്രീ ചെക്കുട്ടി സാർ, ഈ ചർച്ചയിൽ A. ഷുക്കൂർ കോൺഗ്രസ് നേതാവ്, മുതിർന്ന നേതാവുമുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ ഇതിപ്പോൾ ഒരു പ്രതികരണം ജോൺ മുണ്ടക്കയത്തിൻ്റെതായിട്ട് വരുമ്പോഴും ആ വെളിപ്പെടുത്തലുകൾ ഒരു എഴുത്തായിട്ട് രൂപപ്പെടുമ്പോഴുമൊക്കെ കോൺഗ്രസിനുള്ളിൽ നിന്നും കാര്യമായ ഒരു പ്രതികരണം. കാരണം തിരുവഞ്ചൂർ പറഞ്ഞു ഒരു ലേസൺ ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം പ്രതിസന്ധിയിലേക്ക് ഘട്ടത്തിൽ സർക്കാർ ഏത് വഴിയും തേടും, അത് സ്വാഭാവികമാണ്. പക്ഷേ അതിന് ചുവട് പിടിച്ചുകൊണ്ട് നേരത്തെ വരുന്ന CPM എന്ന പ്രസ്ഥാനം പ്രതിക്കൂട്ടിലാകുമ്പോൾ അത് ആയുധമാക്കാൻ കോൺഗ്രസിൽ നിന്നും എന്തുകൊണ്ട് ശബ്ദമുയരുന്നില്ല? അതിലെ ആ ഒരു ശാന്തതയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? അന്നത്തെ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നമ്മൾ മനസ്സിലാക്കണം. അന്ന് ഉമ്മൻചാണ്ടിയെ യഥാർത്ഥത്തിൽ വലിയ തോതിൽ പരിക്കേൽപ്പിച്ചത് പ്രതിപക്ഷമൊന്നുമല്ല.
പ്രതിപക്ഷ സമരമല്ല, നേരെ മറിച്ച് സ്വന്തം പാർട്ടിക്കകത്തുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയെ വലിയ തോതിൽ വിഷമിപ്പിച്ചിട്ടുള്ളത്, വലിയ തോതിൽ പരിക്കേൽപ്പിച്ചിട്ടുള്ളത്. ഇതൊരു റിയാലിറ്റി നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഉമ്മൻചാണ്ടിയുടെ ഓഫീസിലുണ്ടായ ഒരു അറസ്റ്റിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി വളരെയേറെ കഷ്ടപ്പെടുന്ന തരത്തിലൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയ്ക്കകത്ത് തീർച്ചയായും വലിയ സംഘർഷങ്ങൾ ഉണ്ടായത് ഇത്തരം പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നീട് ആഭ്യന്തരമന്ത്രിക്ക് തിരുവഞ്ചൂരിന് മാറേണ്ടതായിട്ട് വന്നു. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ പലതും എന്താ പറയുക, അവരുടെ ഇടയിലുള്ള ഗ്രൂപ്പ് രാഷ്ട്രീയമാണ് അന്ന് ഒരുപക്ഷെ പ്രതിപക്ഷ സമരങ്ങളെക്കാൾ ഉമ്മൻചാണ്ടിയെ വിഷമിപ്പിച്ചത്. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ അത്തരം വിഷയങ്ങളിലേക്ക് പോകുമ്പം പാർട്ടിക്കകത്തുള്ള ഭിന്നതകൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിനെ അഡ്രസ് ചെയ്യേണ്ടതായിട്ട് വരും എന്ന് ഞാൻ കരുതുന്നത്. കാരണം ഉമ്മൻചാണ്ടിയോട് കാണിച്ചിരിക്കുന്ന മര്യാദകേടുകൾ യഥാർത്ഥത്തിൽ ഇന്നും കോൺഗ്രസിനകത്ത് ഒരു വലിയ മുറിവായിട്ട് നിൽക്കുന്ന സംഗതിയാണ്. ആ വിഷയങ്ങൾ പൂർണ്ണമായിട്ടും അവസാനിച്ചിട്ടില്ല. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായ തുറന്ന ഒരു ചർച്ചയിലേക്ക് പോകാൻ കോൺഗ്രസ് മടിക്കുന്നത് എന്ന് ഞാൻ കരുതുന്നു. കാരണം അവർക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയോണ്ട് അവരുടെ നിലപാടിന്റെ കാര്യത്തിൽ അവർക്ക് തന്നെ സ്വയമേവ ചില കാര്യങ്ങൾ സ്വയം എന്താ പറയുക സെൽഫ് ക്രിട്ടിക്കലായിട്ട് പരിശോധിക്കേണ്ടതായിട്ട് വരും എന്ന് ഞാൻ കരുതുന്നു. തീർച്ചയായും ശ്രീ ഷുക്കൂർ, അങ്ങനെ ഒരു പ്രതിസന്ധി രൂപപ്പെട്ടിട്ടുണ്ടോ ഈ വിഷയത്തിലെ പ്രതികരണങ്ങളിൽ കരുതലോടുകൂടിയുള്ള നീക്കം ഒക്കെ കോൺഗ്രസിനെയും ഒരർത്ഥത്തിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? രജിഷൻ, ഞാൻ പറഞ്ഞില്ലേ, ഉമ്മൻചാണ്ടി സാറിന് വളരെയേറെ വേട്ടയാടിയ ചില സംഭവങ്ങളുടെ ഭാഗമായിട്ടാണ് ഇത് വന്നത്. ഈ ആരോപണങ്ങൾക്ക് എവിടെ ചെന്ന് അവസാനിച്ചു വന്നു, ഏതൊക്കെ രൂപത്തിലാണ് അദ്ദേഹത്തെ നിരന്തരമായി ഈ ഗവൺമെൻറ്റും വേട്ടയാടിയത് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള കോൺഗ്രസിനകത്തുള്ള ഐക്യവും കൂട്ടായ്മയും ഇതെല്ലാം ശക്തിപ്പെട്ടു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസ് പ്രവർത്തകർ. അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ള ഒരു അന്ത്യ യാത്രയും അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളും എല്ലാം ഈ ലോകം കണ്ടതാണ്. അത്തരമൊരു സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഇനിയും ആ രൂപത്തിലേക്ക് അദ്ദേഹത്തെ വെച്ചൊരു ചർച്ച നടത്തിയാ പോകുന്നതിലേക്കും ഞങ്ങൾക്ക് ആർക്കും താല്പര്യമില്ല. പക്ഷേ ഇവിടെ ഉണ്ടായ യാഥാർത്ഥ്യങ്ങളും യഥാർത്ഥ വസ്തുതകൾ ഇതുമായി ബന്ധപ്പെട്ടവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ടവർ, അറിയാവുന്നവർ, അതുമായി ബന്ധപ്പെട്ട് ഒരു എന്താ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ആ വാക്ക് ഞാൻ ഉപയോഗിക്കാൻ, ഒരു ബുദ്ധിയുള്ള ഒരു ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് അത് ചെയ്തു. ചെക്കുട്ടി സാറും അത് ഇവിടെ പരാമർശിച്ചു, അത് ചെയ്തു. അതാണ് പറയുന്ന പ്രവചനമോ അതുമായി ശേഷമുള്ള പ്രവചനം ജയചന്ദ്ര അത് വെള്ളത്തിൽ വരച്ച വരയാണ്. അദ്ദേഹം വരച്ചു നോക്കുകയാണ്, വെള്ളത്തിലാണ് വരയ്ക്കുന്നത്. പക്ഷേ സംഭവിക്കാൻ പോകുന്നത് നേരെ തിരിച്ചാണ്. LDFനകത്ത് 4-ന് ശേഷം ഉണ്ടാകുന്ന പെരുമഴ നമുക്ക് കാണാൻ കഴിയും. അതെവിടെ ചെന്ന് അവസാനിക്കുമെന്നുള്ളത് നമ്മൾ കാണാൻ പോവുകയാണ്. ശരി, എന്തായാലും ശ്രീ ജയചന്ദ്രൻ, അവസാനമായി ഈ വിഷയത്തിൽ എന്തായാലും പാർട്ടി CPM ഒരു മറുപടി പറയേണ്ടതല്ലേ? പാർട്ടി സെക്രട്ടറിയോട് ഈ ചോദ്യങ്ങൾ കാര്യമായിട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ഇനിയുള്ള കാര്യങ്ങളിലോ അല്ല ചോദ്യങ്ങളായിട്ടൊക്കെ വരുമ്പോൾ പാർട്ടിക്ക് ഉത്തരവാദിത്തമല്ലേ? പാർട്ടി സെക്രട്ടറി പറയേണ്ടതല്ലേ എന്തായിരുന്നു അന്ന് സംഭവിച്ചത്? ഈ 2 പേർ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമരം ഹൈജാക്ക് ചെയ്ത് മറ്റൊരു തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നോ? മറ്റാർക്കെങ്കിലും നേരത്തെ ഗൗരവമേറിയ ആളുകൾക്ക് ഈ വിഷയത്തിൽ പങ്കുണ്ടായിരുന്നുവോ എന്നുള്ള കാര്യത്തിലൊക്കെ? ഇതങ്ങനെയൊന്നും അല്ല പ്രതിഷ്ഠ. അന്ന് താങ്കൾ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ പാർട്ടി ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളാണല്ലോ. അന്ന് ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. അന്ന് ബുദ്ധിയുള്ള ഗവൺമെന്റ് ചെയ്യുന്നു എന്ന് തിരുവഞ്ചൂർ പറഞ്ഞത് ഇവിടെ ശ്രീ ഷുക്കൂറും ഉച്ചരിച്ചല്ലോ. ഈ ബുദ്ധിയുള്ള ഗവൺമെന്റ് ചെയ്തു എന്ന് അവകാശപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയുമോ? യൂണിവേഴ്സിറ്റി കോളേജിന് അവധി കൊടുത്തത്. യൂണിവേഴ്സിറ്റി കോളേജിന് അവധി കൊടുത്തത് ഞങ്ങൾ കാണിച്ചൊരു ബുദ്ധിയാണെന്നാണ് തിരുവഞ്ചൂർ പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചല്ലോ, നീതി എവിടെയെന്ന ഹേമേന്ദ്രന്റെ പുസ്തകം, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ചിലപ്പോൾ ഞങ്ങൾക്ക് ഫീഡ്ബാക്ക് കിട്ടുന്നത്, നല്ല ഫീഡ്ബാക്ക് അനാലിസിസ് കിട്ടുന്നത്, ഫീഡ്ബാക്കിൽ അനാലിസിസ് കിട്ടുന്നത് സ്വന്തം സേനാംഗങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെ ഒരു ജൂനിയർ ഓഫീസറാണ് പറഞ്ഞത്, ഇത് നമുക്കൊരു പ്രാക്ടിക്കൽ ലൈൻ എന്നുള്ള നിലയ്ക്ക് യൂണിവേഴ്സിറ്റി കോളേജിന് അവധി കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണമെന്ന് പറയുകയും ഞാൻ അതിന് സമ്മതം മൂടുകയും ചെയ്തു എന്ന് അദ്ദേഹം പറയാണ്. അത് രാഷ്ട്രീയ ബുദ്ധിയല്ല,
പോലീസ് ബുദ്ധിയാണ് പ്രയോഗിച്ചത് എന്ന് വ്യക്തമായിട്ട് പറയുകയാണ് ഹേമേന്ദ്രൻ. അല്ലെങ്കിൽ അവിടെ പിന്നെ കൊടുത്തില്ലായിരുന്ന അവിടെ കൊടുത്തോണ്ട് കേന്ദ്രസേനയാണ് അടക്കിയത്, കേന്ദ്രസേന അവിടെയാണ് താമസിപ്പിച്ചത്. ഇവർ വെടിവെച്ചാൽ ഉണ്ടാകുന്ന അപകടമൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം. അപ്പൊ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ താങ്കൾ ചോദ്യത്തിന് സ്ട്രൈറ്റ് ആയിട്ട് മറുപടി പറയുകയാണെങ്കിൽ ഇത് CPM ഇതിന്റെ പല നിലയ്ക്കും വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ സംസ്ഥാന തലത്തിലും കേന്ദ്ര നേതൃത്വത്തിലും ഒക്കെ അത് അവർ തീരുമാനമാക്കിയിട്ടുമുണ്ട്. ഇതെന്താണ് അതിന്റെ അനാലിസിസും ആഫ്റ്റർ എഫക്ട്സും ഒക്കെ ഉണ്ടായെന്നൊക്കെ ഉള്ളത് പിന്നീടും വന്നിട്ടുണ്ട്. അത് അതിന്റെ അകത്ത് ഇപ്പോ തുറന്നു പറയേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ പുതുതായി CPM സംബന്ധിച്ചില്ല. പക്ഷേ ഇപ്പോ ജോൺ ബ്രിട്ടാസ് എന്ന് പറഞ്ഞ രാജ്യസഭാ അംഗം, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ, കൈരളി ചാനലിന്റെ MDയും ചീഫ് എഡിറ്ററും ആയിരിക്കുന്ന വ്യക്തി, അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ റോളാണ് അദ്ദേഹം വഹിച്ചിരുന്ന അന്നും. അതിന്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തനം അല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹം പോയിട്ടുണ്ട്. അതാണ് ചെയ്തത്. അത് കൂടുതൽ ചർച്ചയാക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് സാഹചര്യത്തിൽ അത് ചർച്ച ചെയ്യേണ്ടതില്ല എന്നാണ് ഇടത് സഹയാത്രികൻ ശ്രീ M ജയചന്ദ്രൻ പറയുന്നു. ഒപ്പം A ഷുക്കൂറും കോൺഗ്രസുമായി ബന്ധപ്പെട്ടും അന്നത്തെ സർക്കാരിന്റെ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ടായിട്ടുള്ള പടയൊരുക്കങ്ങൾ, ഇതൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയായിരുന്നു. വളരെ നന്ദി രണ്ടുപേർക്കും. ഒപ്പം NP ചേക്കുട്ടി ടെലിഫോൺ ലൈനിൽ ചേർന്നതിന്.